ഹലോ, മിർഷാദ് VC വ്ളോഗ് എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വ്ളോഗ് എന്ന് പറയണോ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ സൗദി അറേബ്യയിൽ വന്ന ആളുകളുടെ ഒക്കെ ഒരു ഭയങ്കര സ്വപ്നമാണ്, ഭയങ്കര ഭാഗ്യമാണ് മക്ക മദീന സന്ദർശിക്കാൻ പറ്റുക, അവിടെ കുറേ സമയം ചെലവഴിക്കാൻ പറ്റുക, വീണ്ടും വീണ്ടും അവിടെ പോകാൻ ഭാഗ്യം കിട്ടുക. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് പ്രാവശ്യം ഞാൻ മക്കത്ത് പോയിട്ടുണ്ട്. പക്ഷെ മദീനത്ത് ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് പോയി. അപ്പോൾ അവിടെ പോയ സമയത്ത് പറ്റുന്ന വിധത്തിൽ ഞാൻ അവിടുത്തെ ചരിത്ര സ്ഥലങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കുറേശ്ശെ നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കാം. ചരിത്രങ്ങൾ പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നമുക്ക് അവിടെ സ്ഥലങ്ങൾ കാണിക്കാൻ വന്ന നമ്മുടെ ഗൈഡ് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ വോയിസ് ഓവർ ആയിട്ട് കൊടുത്തിട്ട് പറ്റുന്ന പോലെ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാം. ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു സ്ഥലങ്ങളൊന്ന് വീഡിയോയിലെങ്കിലും കാണാമല്ലോ എന്ന് കരുതിയിട്ട് ഒരു വീഡിയോ പകർത്തിയതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മദീനയിലെത്തി ബസ് ആദ്യം ചെന്ന് നിന്നത് ഈ ഒരു മനോഹരമായ പള്ളിയുടെ മുമ്പിലാണ്. മുറ്റമൊക്കെ മാർബിൾ വിരിച്ച് ലൈറ്റുകളാൽ അലങ്കരിച്ച വലിയ വലിയ മുനാരങ്ങളൊക്കെ ഉള്ള മനോഹരമായ ഈ ഒരു പള്ളിയുടെ മുമ്പിൽ. ഈ ഒരു പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ഖുബ്ബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്ത് മദീനയിലെത്തി ആദ്യമായി കാലുകുത്തിയ ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് ഖുബ്ബ. പിന്നീട് നബിയും അനുയായികളും ചേർന്ന് ഇവിടെ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് ഇത്. അങ്ങനെ ഈ പള്ളിക്ക് ഈ ഒരു ഗ്രാമത്തിൻ്റെ പേര് വന്നു, മസ്ജിദുൽ ഖുബ്ബ. ഇവിടെ നിന്നും വുളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്യുന്നതിൻ്റെ ഫലമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഈ പള്ളി പുതുക്കി പണിതും വലുതാക്കിയും ഇപ്പോൾ കാണുന്ന ഈ ഒരു മനോഹരമായ ഒരു കൊട്ടാരം പോലെയുള്ള ഇത്രയും ഭംഗിയുള്ള ഒരു രൂപത്തിലേക്കായി ഇപ്പോൾ കാണുന്ന രൂപത്തിലേക്ക് മാറി. ഇതാണ് മസ്ജിദുൽ ഖുബ്ബ. അങ്ങനെ മസ്ജിദുൽ ഖുബ്ബയിൽ നിന്നും ഞങ്ങൾ ബസ്സിലേക്ക് കയറി. അവിടെ നിന്നും പിന്നെ നേരെ ബസ് പോകുന്നത് ഉഹദ് യുദ്ധം നടന്ന യുദ്ധത്തിൽ ഷഹീദായ ശുഹദാക്കളെ ഖബറൊക്കെ കാണാൻ വേണ്ടിയിട്ടും ജബൽ റുമാത്ത് എന്ന് പറയുന്ന ഉഹദ് മലയുടെ പിറകുവശത്ത് കാണുന്ന, നമുക്കറിയാം ചരിത്രങ്ങളിലൊക്കെ നമ്മുടെ ഉഹദ് യുദ്ധത്തിൽ 3000 സൈനികർ ശത്രുക്കൾ വരുമ്പോൾ അതിനെ ചെറുത്ത് നിർത്താൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി തആലയുടെ പട വെറും 1000 അണികൾ മാത്രമായിരുന്നു. അതിൽ നിന്ന് വെറും 50 അമ്പെയ്ത്തുകാരെ വെച്ചിട്ടാണ് ഉഹദ് യുദ്ധം നടത്തിയത് എന്നൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാം. അപ്പോൾ ആ ഒരു അമ്പെയ്ത്തുകാർ നിന്ന ഈ ഒരു മലയാണ് നമ്മൾ ഈ കാണുന്നത്. ജബൽ റുമാത്ത് എന്നാണ് ഈ മലയുടെ പേര്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ശുഹദാക്കളുടെ ഖബർ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ അടങ്ങുന്നൊരു മാപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒരു മതിൽക്കെട്ടിനുള്ളിൽ നടുഭാഗത്ത് കാണുന്ന ആ ഒരു കെട്ടിൻ്റെ ഉള്ളിൽ 67 ശുഹദാക്കളുടെ ഖബറാണുള്ളത്. ഈ ഒരു മതിൽക്കെട്ടിൻ്റെ ഏറ്റവും മുൻഭാഗത്താണ് 3 ശുഹദാക്കളുടെ ഖബർ കിടക്കുന്നത്. അതിൽ ഹംസ റളിയല്ലാഹു അൻഹു ആയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയുടെ ഖബർ അടക്കം 3 ഖബറുകൾ ഈ ഒരു മതിൽക്കെട്ടിൻ്റെ ഏറ്റവും മുൻഭാഗത്താണുള്ളത്. അങ്ങനെ മൊത്തം 70 ശുഹദാക്കളാണ് ഈ ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ മറവ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉഹദ് മല പകല് ഒരു വിഷ്വൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഗൈഡ് പകല് നല്ല വിശദമായിട്ട് ചരിത്രങ്ങളും വിശദീകരിച്ച് തരുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാം. അവിടെ വെച്ച് നമുക്ക് ഉഹദ് മല ശരിക്കും കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ ബസ് എടുത്ത് നേരെ അറമിലേക്ക് പോവാണ്. നേരെ സുബഹി ബാങ്ക് കൊടുക്കാനുള്ള സമയമായി. സുബഹി അറമിൽ വെച്ച് നമസ്കരിക്കാനും വേണ്ടിയിട്ട് അറമിലേക്ക് ബസ് പോവാണ്. മസ്ജിദുൻ നബവിയിൽ പോവാണ്. അങ്ങനെ ഉഹദിൽ നിന്ന് നമ്മൾ നേരെ റൂമിൽ പോയിട്ട് അവിടെ നിന്ന് ഫ്രഷായിട്ട് സുബഹി നിസ്കരിക്കാൻ വേണ്ടി റൂമിൽ നിന്ന് നടന്ന് ഹറമിലേക്ക് പോവാണ്. റൂമിൽ നിന്നൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 8 മിനിറ്റ് ഒക്കെ നടക്കാനുള്ള ദൂരമുള്ളൂ. അങ്ങനെ മാഷാ അല്ലാഹ് നമുക്ക് മസ്ജിദുൻ നബവിയുടെ മനോഹരമായ കാഴ്ച കണ്ടു തുടങ്ങി. ആളുകൾ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഈ ഒരു ഗേറ്റ് വഴി നമ്മൾ മസ്ജിദുൻ നബവിയിലേക്ക് കടക്കുകയാണ്. 65 നമുക്ക് ദൂരെ നിന്നും പച്ച കുബ്ബയും വെള്ള കുബ്ബയും കാണാം. അങ്ങനെ നമ്മൾ സുബഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിക്ക് മസ്ജിദുൻ നബവിയുടെ അകത്തെത്തിക്കഴിഞ്ഞു. മാഷാ അല്ലാഹ്, എത്ര മനോഹരമായിട്ടാണ് പള്ളിയുടെ ഉൾഭാഗം. നമസ്കരിക്കാൻ ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. സുബഹി നമസ്കാരത്തിന് ബാങ്ക് കൊടുത്തിട്ടില്ല. നമ്മൾ കുറച്ച് നേരത്തെ എത്തി. മാഷാ അല്ലാഹ്, എത്ര ഭംഗിയായിട്ടാണ് പള്ളിയുടെ ഉൾഭാഗങ്ങളൊക്കെ പണിത് തീർത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സുബഹി നമസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയാൻ വേണ്ടിയിട്ട് റൗളയിലേക്ക് നീങ്ങുകയാണ്. ഹാജിമാർ കുറച്ച് ബാക്കിയുള്ളത് കൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരുപാട് ആളുകളാണ് ഈ കാണുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കുറേശ്ശെ ആളുകളെയാണ് അകത്തേക്ക് കടത്തി വിടുന്നത്. അതിനു വേണ്ടി കാത്തു നിൽക്കുകയാണ് നമ്മൾ. സുബഹി നമസ്കാരത്തിന് ശേഷമാണ് അങ്ങനെ നമ്മൾ പതുക്കെ റൗളയുടെ അകത്തേക്ക് കയറിക്കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ നമുക്ക് കാണാം. മാഷാ അല്ലാഹ്, മുത്ത് നബിയുടെ ചാരത്താണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ നമുക്ക് 3 ഗേറ്റുകൾ പോലെ കാണാം. അതിൽ ഏറ്റവും നടുവിലുള്ളതാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. ഇവിടെയാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അതിന് തൊട്ടടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വെച്ചാണ് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം പറയുന്നത്. അതിൽ നടുവിൽ കാണുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ. അപ്പോൾ നമ്മൾ സുബഹി നമസ്കാരത്തിന് ശേഷം നേരെ സിയാറത്തിന് ഇറങ്ങുകയാണ്. ഒരുപാട് പുണ്യസ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മലയാളിയായ നൗഷാദ് ഭായിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അയാളുടെ കൂടെ പോവാം. പോയതൊക്കെ എന്താ മറക്കണി. മറ്റത് ഓരോ സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ നമ്മളിതങ്ങനെ ദർഗ മസ്ജിദ് ഷെയ്ഖേനി. ദർഗ എന്ന് പറഞ്ഞാൽ റസൂൽ പടയെങ്കിൽ കഴിഞ്ഞത് പിടിച്ചിട്ടാണ് ഇന്ന് ദർഗ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഇങ്ങ് വീഡിയോ എടുത്തു. ഇതിൻ്റെ ചരിത്രം എങ്ങനെ വെച്ചാൽ ഓത് നടക്കണമെന്തിനറിയോ, ബദറിൽ നമുക്ക് 100% വിജയം കിട്ടി. അന്ന് ഇക്രിമ, അബൂ സുഫിയാൻ, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, വഖ്ഷി, ഇതൊക്കെ ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളായിരുന്നു ആ കാലഘട്ടത്തിൽ. പിന്നീടൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. പക്ഷെ അവർ കുറ്റപ്പെടുത്തരുത്, കാരണം അവർക്ക് നല്ല പുറത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിന്ദ് ആരായിരുന്നു? ഹിന്ദ്
അബൂ സുഫിയാനൊക്കെ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഈ പിന്നെ ഇന്ത്യൻ്റെ വാപ്പാൻ ആരാണ് ബദറിൽ വധിക്കപ്പെടുന്ന ഹംസ റളിയല്ലാഹു അൻഹു അതിൻ്റെ പ്രതികാരമാണ് ഉഹദിൽ തീർത്തത്. അങ്ങനെ ആരും ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് ഒരു വർഷം ഈ പെണ്ണ് മുടി കെട്ടിയിട്ടില്ല, ഭ്രാന്തനെ പോലെ അയച്ചിട്ട് നടക്കുമ്പോൾ അങ്ങനെ ദാറുൽ ഹക്കമയിൽ വെച്ചിട്ട് സമ്മേളനം വിളിച്ചു കൂട്ടി. കാരണം റസൂലിനെതിരായിട്ടൊരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ 3000-ൽ പരം നല്ല സന്നാഹത്തോടു കൂടി ശത്രുക്കൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഇവരെ ഈ ഇന്ത്യൻ്റെ ഒരു അടിമയായിരുന്നു ഭക്ഷിക്ക് പണി എന്താ പറയുക, ചാട്ടുടി വിദഗ്ധനെ ചാട്ടുടി ഉണ്ടാക്കുക. ആ ചാട്ടുടി എത്ര ദൂരത്തുനിന്ന് ഉന്നം തെറ്റത് എറിയാൻ പറ്റുന്ന ഒരാളും കൂടിയാണ്. ആ ഭക്ഷിനോട് ചെന്നിട്ട് പറയുന്ന ഭക്ഷി എനിക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം, സ്വർണം വേണോ ഒട്ടകം വേണോ, നീ യുദ്ധത്തിൽ നീ ഹംസനെ വധിക്കപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ ആ ചാട്ടുടി വിദഗ്ധനായ ഭക്ഷി പോലും പറയണ ഹിന്ദ ഈ ലോകം തന്നെ നീ എനിക്ക് വാങ്ങിത്തന്നാൽ ഹംസ റളിയല്ലാഹു മുന്നിക്ക് ഞാൻ ചെല്ലും, പക്ഷെ ഞാൻ ചതിയിൽ വേണമെങ്കിൽ അകപ്പെടുത്താം. അങ്ങനെ എൻ്റെ പിറ്റത്തെ പോലെ യുദ്ധത്തിൽ നടക്കുന്നത്. അങ്ങനെ 3000-ൽ പരം നല്ല സന്നാഹത്തോടു കൂടി ഇറങ്ങി പുറപ്പെട്ട് റസൂലിന് ഏകദേശം 1000-ഓളം ആളുകളെ കിട്ടി. അതിൽ നിന്ന് 300 മടങ്ങിപ്പോയി. ബാക്കി 700 ആളെയും കൊണ്ടുവരുമ്പോഴാണ് ഇങ്ങനെ രാവിലെ കണ്ട ജബറുമാത്തിൻ്റെ മുകളിൽ റസൂൽ 50ഓളം അമ്പേത്തര നിർത്തിയിട്ട് പറഞ്ഞു എന്ത് സംഭവിച്ചാലും യുദ്ധം ജയിച്ചാലും പരാജയപ്പെട്ടു രാവിലെ പോയ സ്ഥലം അതെ അവിടെ നിങ്ങൾ താഴോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം നടക്കുമ്പോൾ 700-3000 ഏറ്റുമുട്ടുമ്പോൾ ഈ അമ്മക്ക് നല്ല വിജയം കിട്ടി. അങ്ങനെ യുദ്ധം അവസാനിച്ചത് പിന്തിരിഞ്ഞോടി സ്വത്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഗനീമത്ത് ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു താഴെ സഹാബികൾ. അപ്പോൾ യുദ്ധം കഴിഞ്ഞാലുള്ളതൊക്കെ ഇങ്ങനെ ശേഖരിക്കലേ. അപ്പോൾ മേലെ സഹാബത്ത് ഇത് കണ്ടപ്പോൾ എന്ത് പറയണം, നമ്മളിവിടെ നിൽക്കണ്ട, നമുക്ക് ഇനി താഴോട്ട് ഇറങ്ങല്ലേ, യുദ്ധം അവസാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ 50ഓളം അമ്പേത്തര നേതാവ് അബ്ദുല്ലാഹ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ നബി നമ്മൾ തിരിച്ചു വിളിച്ചിട്ടില്ല സഹാബ, നിങ്ങൾ ഇറങ്ങല്ലെന്ന് പറഞ്ഞപ്പോൾ വാക്ക് അവരനുസരിച്ചില്ല, അത്ര ഗണ്ണിച്ചില്ല. കാരണം യുദ്ധം അവസാനിച്ചല്ലെന്ന് വിചാരിച്ചിട്ട് 10ഓളം സഹാബികളെ കുന്നിൻ്റെ മുകളിൽ നിർത്തി 40ഓളം ആളുകൾ താഴോട്ട് ഇറങ്ങി വരികയാണ്. ഈ രംഗം അന്ന് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അന്ന് ശത്രുവശത്തായിരുന്നു. പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അള്ളാഹിൻ്റെ വാളെന്നൊക്കെ പേരിട്ട ആളാണ് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ രംഗം കണ്ട് മറ്റുള്ള ശത്രുക്കളെ തിരിച്ചു വിളിച്ച് മേലോട്ട് ഓടിക്കയറി ആ 10ഓളം സഹാബികളെ ഷഹീദാക്കിയിട്ട് അവർ കുന്നിൻ്റെ മുകളിൽ നമ്മൾ താഴെയായിപ്പോയി. പിന്നെ അങ്ങനെ അവർ അമ്പ് ചെയ്തപ്പോൾ റസൂലിൻ്റെ മുൻപല്ല് പൊട്ടുന്നതും അങ്ങനെ റസൂലെ അവിടെ ഷഹീദാകുമെന്ന് പഠിച്ചിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് കൊടുത്തിരുത്തുന്നത്. അപ്പം അങ്ങോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ നല്ലൊരു സുഗന്ധം ഉണ്ടാവും ആ ഗുഹൻ്റെ ഉള്ളിൽ, ഒന്ന് കയറി നോക്കുക. അതുപോലെ തന്നെ അവിടെ വെച്ചിട്ട് റസൂലിൻ്റെ മുൻപല്ല് പൊട്ടിയതും ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും വന്ന് റസൂലിൻ്റെ മുഖം കൈ കൊടുക്കുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ ഇവിടെയാണല്ലോ കേട്ടോ. അതാണ് ഉഹുദ് പല അഭിപ്രായങ്ങളുണ്ട്. 8 കിലോമീറ്റർ 6 കിലോമീറ്റർ എന്താണ് 8 കിലോമീറ്റർ മല ഉണ്ട്, 2 കിലോമീറ്റർ വീതിയുണ്ട്. നാളെ സ്വർഗത്തിലെ മലയാണ് ഇത്. നമുക്ക് അടുത്തുനിന്ന് കണ്ണുകൊണ്ട് നോക്കലും വരുമ്പോൾ തൊഴിലൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് സുന്നത്തുണ്ട്. ഇവിടെ തിരക്ക് കൂടപ്പം എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് കയറാൻ പറ്റിയ കാര്യങ്ങൾ ബൈ റസൂൽ കാ ദാത്ത് മുബാറക്ക് ഷഹീദായതറ. ആദ്യം കൊണ്ടിരുന്ന ഗുഹ ഇതാണ്, രണ്ടാമത് മാറ്റി ഉഹുദ് ഗുഹയിലേക്ക് പുള്ളി പറഞ്ഞുതരും, ഡ്രൈവർ പറഞ്ഞുതരും കേട്ടോ. ആദ്യം കൊണ്ടിരുന്ന ഗുഹ ഇതാണ്. കയറുമ്പോൾ തന്നെ ഇടത് ഭാഗത്ത് റൗണ്ട് കുഴിയാണ്, കുഴി. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ? അല്ല ചെരുപ്പ് ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിക്കുന്നതിനും ശത്രുക്കളിൽ നിന്ന് മാറി നിൽക്കുന്നതിനും വേണ്ടി കയറി നിന്ന ഒരു ഗുഹയാണ് നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. ഇതാണ് ആ ഒരു ഗുഹ. ഈ പള്ളിൻ്റെ പേരാണ് മസ്ജിദുൽ ഫസ്. അവിടെ നല്ല സുഗന്ധം. അതൊക്കെ ഇപ്പം ഇന്ന് വെള്ളിയാഴ്ച ഇത്ര നല്ല തിരക്കായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ക്ഷീണം വന്നപ്പോൾ അവിടുന്ന് മാറ്റിക്കാൻ അവിടുന്ന് സേഫ്റ്റില്ല. അങ്ങനെ ലോഹറിൻ്റെ സമയമായി. ഈ യുദ്ധസമയത്ത് അതൊക്കെ കേട്ടോ. ലോഹറിൻ്റെ സമയമായപ്പോൾ അസറിനെ ലോഹറിലേക്ക് മുന്തിപ്പിച്ചിട്ട് ജമ്മു റസൂലാക്കി നിസ്കരിച്ച പള്ളിയാണ്. ഈ പള്ളിൻ്റെ പേരെന്ന് അറിയപ്പെടുന്ന മസ്ജിദുൽ ഫസഖ്. ഫസഖെന്ന് വിശാലത വരാനുള്ള കാരണം റസൂൽ ഉഹുദിൽ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്തന് ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നു. അതോടുകൂടി സഹാബികളൊക്കെ മനസ്സ് തളർന്നു. പക്ഷേ ആ സഹാബത്ത് റസൂലിനെ ജീവനോട് കണ്ടപ്പോൾ അവർ അടുത്ത് നിൽക്കുമ്പോൾ തിക്കും നിരക്കും റസൂൽ പറഞ്ഞു, സഹാബ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും, മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്തിരുമ്പോൾ ഖുർആനിലെ ആയത്തിറങ്ങുന്ന മുജാദിലെ 11ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖിലകും തഫസ്സഹൂ ഫിൽ മജാലിസ്
റഹ്മാൻ റഹീം യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖിലക്കും തഫസ്സഹു എന്നുള്ള ആയത്തിറങ്ങി. അതായത് ഈ സദസ്സ് നിങ്ങൾ ആരെങ്കിലും വിശാല ചെയ്താൽ അള്ളാഹ് നിങ്ങൾക്ക് വിശാല ചെയ്യുന്നു. അവരൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് മറ്റുള്ളവർക്കൊരു സൗകര്യം ചെയ്ത് കൊടുത്ത പള്ളിയാണ് മസ്ജിദുൽ ഫസ്. അങ്ങനെ മുത്തനബിക്ക് ക്ഷീണം വന്ന് ഇവിടെ നിന്ന് സേഫ്റ്റി അല്ല. അങ്ങനെ അള്ളാഹു റസൂൽ ദുആ ചെയ്തപ്പോഴാണ് ജിബ്രീൽ ആ പാറ രണ്ടായി കൊടുത്ത സിമെൻ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള നല്ലൊരു കസാലമാർക്കൊരു കല്ലുണ്ട്. ചെറിയ വീടുള്ളൂ, പക്ഷേ അതിനുള്ള നല്ല വിശാലമായ സ്ഥലമാണ്. അങ്ങനെ റസൂലിന് സംരക്ഷണം കൊടുത്ത പർവ്വതമാണ് പോലും. 8 കിലോമീറ്റർ സ്വർഗത്തിന് മേലെ. ഒരു ദിവസം റസൂലും അബൂബക്കർ തങ്ങളും ഉമർ ഖത്താബും ഉസ്മാൻ തങ്ങളും ഈ മലയുടെ മുകളിൽ നിന്ന് കയറിയപ്പം ഈ മലയൊന്നിങ്ങനെ കിടുങ്ങാനൊന്ന് ചാറിലൊടുങ്ങി നിന്ന് സന്തോഷം കൊണ്ട്. ആ സമയത്ത് റസൂൽ പറയാണ്, ഉഹുദേ ഒന്ന് അടങ്ങതിൻ്റെ മുകളിൽ നിൽക്കുന്നതാരെ റസൂലും ഒരു സിദ്ദീഖും 2 ഷഹീദ. ഉമർ ഖത്താബും ഉസ്മാൻ തങ്ങളും ഷഹീദാവുന്ന റസൂൽ നേരത്തെ സന്തോഷ വാർത്ത അറിയിക്കാണ്. അങ്ങനെ അതുപോലെ ജബലുൽ ജന്ന നാളെ സ്വർഗത്തിലെ പർവ്വതാട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരുമിച്ച് കൂടുന്ന പോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉഹുദിനൊക്കെ ഒരുമിച്ച് റബ്ബിനെ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മക്കയിൽ നിന്ന് മദീനത്തിൽ ഹിജ്റ വന്നല്ലോ. അങ്ങനെ മദീനത്തിലെ വെള്ളമൊക്കെ വറ്റി അങ്ങനെ വെള്ളം കിട്ടാൻ ക്ഷാമം വന്നപ്പോൾ ഈ റൂമ എന്ന യഹൂദൻ്റെ കയ്യിൽ ഒരു കിണറുണ്ടായിരുന്നു. അത് ജൂതന്മാർക്ക് പൈസക്ക് വെക്കുക, മുസ്ലിങ്ങൾക്ക് പൈസക്ക് വെള്ളമില്ല. അപ്പോൾ റസൂൽ പറഞ്ഞത് നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ മദീനക്കാർക്ക് ഫ്രീ കൊടുക്കുകയാണെങ്കിൽ അധികം കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്വർഗം തരാമെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ തങ്ങൾ 20,000 ദിർഹം കൊടുത്തിട്ടാണ് ഈ തോട്ടം വാങ്ങിയത്. അപ്പോൾ റസൂൽ പറയാ, നാളെ ഞാൻ ഉസ്മാൻ ഇതിനേക്കാൾ നല്ല കിണർ ഞാൻ സ്വർഗത്തിൽ കൊടുക്കുന്നതാണ്. ഇത് മസറായിരുന്നു അല്ലേ? അതൊക്കെ കാണാൻ അങ്ങനെ അറിയിക്കാനാണെങ്കിൽ ഇതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തോട്ടം. മദീനത്തേക്ക് വെള്ളമൊക്കെ കൊടുത്തിരുന്ന ആ ഒരു തോട്ടം. മസ്ജിദ് കിബിലത്തൈൻ അല്ലേ? മസ്ജിദ് കിബിലത്തൈൻ. മസ്ജിദ് കിബിലത്തൈൻ. പഴയ കിബില. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി കിട്ടിയിട്ട് ആണ് ഈ മക്ക കാബ നിൽക്കുന്ന ഭാഗത്തേക്ക് കിബിലയായിട്ട് മാറുന്നത്. അതാണ് ഈ പള്ളിക്ക് കിബിലത്തൈൻ, മസ്ജിദ് കിബിലത്തൈൻ എന്ന് പേര് വരാൻ കാരണം. 2 കിബിലുള്ള പള്ളിയാണ്. ഇതാണ് ഇപ്പോഴത്തെ കിബില, കാബക്ക് നേരെയുള്ള കിബില. പിന്നീട് നമ്മൾ പോയത് ഹന്തക്കിലേക്കാണ്. നമുക്കറിയാം ഹന്തക്ക് യുദ്ധത്തിൻ്റെ ചരിത്രങ്ങളൊക്കെ, കിടങ്ങ് കയറി യുദ്ധം ചെയ്ത, അതിൽ വിജയിച്ച ചരിത്രങ്ങളൊക്കെ. അപ്പോൾ ഹന്തക്കിലെ പള്ളികൾ അഥവാ മസ്ജിദുൽ ഫതഹ് എന്നും വിജയത്തിൻ്റെ പള്ളികൾ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ സബ മസാജിദ് എന്നൊക്കെ പറയും. 7 മസ്ജിദുകളാണ് ഇവിടെ ഉള്ളത്. യുദ്ധവേളകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ പ്രാർത്ഥിക്കാനൊക്കെ നിന്നിരുന്ന 7 പള്ളികളാണ്. അതിൽ 5 ഇപ്പോഴും ഇവിടെ ബാക്കിയുണ്ട്, ചെറിയ ചെറിയ പള്ളികളായിട്ട്. അതാണ് മസ്ജിദുൽ ഫതഹ് എന്ന് പറയുന്നത്. അതിലൊരു പള്ളിയാണ് നമ്മളിപ്പോൾ മുകളിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയത്. ഇവിടെ മുകളിൽ കാണുന്നത്. ഇവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. 5 ചെറിയ പള്ളികൾ ഇപ്പോഴും നമുക്കിവിടെ കാണാം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ ബീവിയുടെ പേരക്കുട്ടിയുടെ വീടാണ്. പേരക്കുട്ടിയുടെ പേരും ഫാത്തിമയാണ്. ഫാത്തിമ ബീവിയുടെ മകനായ ഹസൻ ഹുസൈൻ്റെ മകൾ ഫാത്തിമയുടെ വീടാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഈ കിണർ സംസം മദീന എന്നറിയപ്പെടുന്ന കിണറാണ്. സംസം മദീനത്തെ സംസം ഇല്ല, പക്ഷേ ഈ ഒരു കിണറിലെ വെള്ളത്തിന് സംസം മദീന എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു വീടിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഫാത്തിമ, അതായത് ഫാത്തിമ ബീവിയുടെ പേരക്കുട്ടിയുടെ വീട്. പേരക്കുട്ടിയുടെ പേരും ഫാത്തിമയാണ്. മാഷാ അല്ലാഹ്. നബിന്റെ മകളുടെ പേര് ഫാത്തിമയാണല്ലോ. ഫാത്തിമാന്റെ മകന്റെ പേര് മകന്റെ കുട്ടിയല്ല. ഇവിടെ നമ്മൾ ഈ മുന്നിൽ കാണുന്ന ഈ ഒരു ചെറിയ പള്ളി, നമുക്ക് വണ്ടി അവിടെ അങ്ങനെ തിരിയുമ്പോൾ ചെറുതായിട്ട് കാണാം. തുർക്കി മസ്ജിദ് എന്ന അറിയപ്പെടുന്ന
300 വർഷം പഴക്കമുള്ള പള്ളിയാണ്. 300 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ പള്ളിയാണ്. കല്ലുകൊണ്ട് ഉണ്ടാക്കിയ പള്ളിയാണ്. ഇപ്പോഴും അതിൻ്റെ രൂപം കണ്ടറിയാം, അത്രയും സ്ട്രോങ് ആണ്. വെറും കല്ലുകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയൊരു പള്ളിയാണ്. 300 വർഷം പഴക്കേണ്ട ഈ ഒരു പള്ളിക്ക്. തുർക്കി പള്ളിയാണിത്. ബദറിലേക്ക് പോകാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ സ്ഥലമാണ് ഭാई। ये बदर जंग का टाइम है, रसूल साहब मीटिंग करेंगे ये मस्जिद के साथ है। बोर्ड उണ്ടല്ലേ മസ്ജിദ് സുക്കിയ. ഇവിടെ നിന്നാണ് ബദറിലെ സഹാബികളൊക്കെ ഒരുമിച്ച് പോയിട്ട് ഇവിടുന്ന് പുറപ്പെട്ടു. തുർക്കിയിൽ നിന്ന് ജോർദാൻ ടച്ച് ചെയ്ത് മദീന വരെ. തുർക്കിന്റെ റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ഇജാസ് ഇതും അത്രയും പഴക്കമുണ്ട്? 300 വർഷമല്ല, 300 വർഷം പഴക്കമുള്ള ഇജാസ് റെയിൽവേ സ്റ്റേഷൻ. ഇജാസ് റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത്. പോയികളുണ്ടെങ്കിൽ അവിടെ ബാക്കിലുണ്ടോ? തുർക്കികളുടെ റെയിൽവേ സ്റ്റേഷൻ 300 വർഷം പഴക്കമുള്ളത്. എല്ലാം കല്ലുകൊണ്ടാണ് അല്ലേ? ഭയങ്കര ഇതാണ്, സെറ്റപ്പാണ്. മസ്ജിദുൽ ജുമാ എന്നൊരു പള്ളിയാണ് നമ്മൾ ഈ കാണുന്നത്. ആ ഒരു പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ലോകത്തിൽ ആദ്യമായിട്ട് ജുമാ നിസ്കരിച്ച പള്ളി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടിയിട്ട് ജുമാ നമസ്കരിച്ച ഒരു പള്ളിയാണ് മസ്ജിദുൽ ജുമാ. ലോകത്തിൽ ആദ്യമായിട്ട് ജുമാ നമസ്കരിച്ച പള്ളി. മാഷാ അല്ലാഹ്. ആ ഒരു പള്ളിയിൽ കയറിയിട്ട് നമ്മൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ്. മസ്ജിദുൽ ജുമായുടെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ആദ്യമായിട്ട് ജുമാ നിസ്കരിക്കുന്ന പള്ളിയാണിത്. പള്ളിയുടെ പേരാണ് മസ്ജിദുൽ ജുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് ജുമാ നിസ്കരിച്ച പള്ളി. ജുമാ തന്നെ ആദ്യമായിട്ട് തുടങ്ങുന്ന പള്ളി ആണ് ഈ ഒരു പള്ളി, മസ്ജിദുൽ ജുമാ. ഇനി നമ്മൾ ഏതാടുത്ത് നമുക്ക് കാണാനുള്ളത് റസൂലിന്റെ ജനാദ കുളിപ്പിച്ച കിണർ, ഷിഫ തുറാബ്, സൽമാൻ ബിൻ ഫാർസാന്റെ ഈത്തപ്പഴത്തോട്ടം കിണർ. ഈത്തപ്പഴമാണോ അതുകൊണ്ടോ ഇന്നലെ കിട്ടും അജുവൊക്കെ വിട്ടു, കാർഗ വിട്ടു കുറച്ച്. ഇനി കാണാനുള്ളത് റസൂലിന്റെ ജനാസ ഒളിപ്പിച്ച കിണർ അല്ലേ? പിന്നെ അടുത്തത് എന്താണ്? ഷിഫ തുറാബ്. ഷിഫ തുറാബ്. സൽമാൻ ഫാർസിന്റെ കിണറും പോലും തോട്ടം. സൽമാൻ ഫാരിസിന്റെ കിണറും വീടും തോട്ടം, ഈത്തപ്പഴത്തോട്ടം അല്ലേ? ഏതാണിതാ? അല്ലല്ല, അങ്ങോട്ടാണ് പോകുന്നത്. ഈ 3 സ്ഥലം കൂടിയാണ് ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ഇപ്പോൾ റോഡും വീടും ബിൽഡിങ്ങുകളും പള്ളി. പുതുമല, നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ പുതുമലയാണ് കാണുന്നത്. അതുപോലെ മലകളും കുന്നുകളും നിറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ ഇത്രയും മാറ്റങ്ങൾ വന്ന ബിൽഡിങ്ങുകളും. ഇവിടെയൊക്കെ നബിൻ്റെയൊക്കെ കാലത്ത് എന്തായിരിക്കും ഈ കുടിലുകളും അല്ലേ? മലകളും പാറകളും ചെറിയ കല്ലുകൊണ്ടുണ്ടാക്കി. നമ്മളിപ്പോൾ ആ പള്ളി കണ്ട പോലത്തെ എന്താ പള്ളിൻ്റെ പേര് പറഞ്ഞു? തുർക്കി. അതേപോലെ മസ്ജിദ് ഫത്തഹ് അതുപോലെയൊക്കെ നിർമ്മിച്ച വീടുകളായിരിക്കും. പിന്നെ റോഡില്ല, വാഹനങ്ങളില്ല. ഇവിടെയൊക്കെ മലയും കുന്നുമായിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അല്ലാണ്ട് റസൂലേ ഇവിടെ ഒരു വസൂരി പോലത്തെ ഒരു അസുഖം വന്നപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് ഒരു കൂടി മണ്ണെടുത്തു. ഒരു മണ്ണെടുത്തിട്ട് റസൂലിന് ഉമനീർ ഉപയോഗിച്ചിട്ട് രോഗം സുഖപ്പെടുത്തിയിട്ടുണ്ട്. ഷിഫ തുറാബ് എന്നറിയപ്പെടുന്നു. അങ്ങനെ ആളുകളോട് മണ്ണ് വാരിക്കൊണ്ടായിട്ട് ഇതിന്റെ മേലെ ഇപ്പോൾ വേറെ മണ്ണ് ഫില്ലാക്കിയിട്ടുണ്ട് ഇവിടെ. ഇത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് ഭാई। ये मट्टी नहीं है, नीचे मट्टी है, शिफा मट्टी काका मट्टी है, रसूल का शिफा करने का मट्टी है। ये अभी दूसरा मट्टी ऊपर लगा हुआ है। ഇതിന്റെ താഴെയുള്ള മണ്ണ് അല്ലേ? ഷിഫ തുറാബ്. പക്ഷെ ആളുകൾ കൊണ്ടുപോയിട്ട് അതിന്റെ മുകളിൽ വേറെ മണ്ണിട്ടു. ടൂറിസ്റ്റ് മോഡലാക്കണം. ചെടികളും ഇതൊക്കെ വെച്ചിട്ട് പനകളൊക്കെ വെച്ചിട്ട്. അതുപോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ച മസ്ജിദ് കുബ്ബയിൽ വരലുണ്ട്. ആ കുബ്ബയിൽ വരുമ്പോൾ റസൂൽ ഇവിടുന്ന് ഒന്നെടുത്തിട്ട് നിസ്കരിച്ചിട്ട്
ആ വെള്ളം കുടിച്ചിട്ടുണ്ട്. ആ വെള്ളം ബാക്കി ആ കിണറ്റിക്ക് തന്നെ ഉപയോഗിച്ചിട്ട് വർക്കത്തിന് വേണ്ടി ദുആ ശിശുക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ട് അലി റളിയല്ലാഹു അൻഹു അലിയെ ഞാൻ വഫാത്തായ 7 തോൽപാത്രം വെള്ളം എടുത്തിട്ടാണ് ജനാസ കുളിപ്പിക്കണമെന്നും അള്ളാഹുവിൻ്റെ റസൂൽ ഹറമിൽ വെച്ച് വഫാത്തായപ്പോൾ ഇവിടുന്ന് 7 തോൽപാത്രം വെള്ളം ചുമരിലേറ്റി നടന്നിട്ടാണ് മദീന പള്ളിക്ക് റസൂലിൻ്റെ ജനാസ കുളിപ്പിക്കുന്നത്. ഈ കിണറിൻ്റെ പേര് അറിയപ്പെടുന്ന ബിയർ ഫോറസ്റ്റ് കേട്ടോ. ഇതാണോ കിണർ? വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു. ജന്നത്തൊക്കെ പറഞ്ഞ അറബിയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളമെടുത്ത കിണറാണ് കാണുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല. വെള്ളിയാഴ്ച ആയതുകൊണ്ട് അതിന് ടിക്കറ്റ് എന്തുകൊണ്ടെന്ന് അപ്പം ഒരു പറഞ്ഞു. ആ കാണുന്നതാണ് കിണർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ കുളിപ്പിക്കാൻ വെള്ളമെടുത്ത കിണർ. ചരിത്രങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അറബിയിലുണ്ട്, അതിൻ്റെ താഴെ ഇവിടെ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. ഒറിജിനൽ അജുവ. അജുവ ഈത്തപ്പഴം, ഒറിജിനൽ അജുവ ഈത്തപ്പഴം. അത് നമ്മൾ പുറത്തുനിന്ന് അജുവ എന്നാണ് ഇതിന് ടേസ്റ്റിനാണ്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈത്തപ്പഴം, കുറേ ഐറ്റംസ് ഉണ്ട്. അതിൽ ഒറിജിനൽ അജുവ, ഇതല്ലേ ഒറിജിനൽ അജുവ പറഞ്ഞത്? ഒറിജിനൽ അജുവ ആരാ വാങ്ങി വേറെ? അജുവ ഒരു മെഡിസിനാണ് കേട്ടോ, ശാസ്ത്രം വരെ അംഗീകരിച്ച മെഡിസിനാണ് ഒറിജിനൽ അജുവ. സൽമാനുൽ ഫാരിസ് തോട്ടാണിത്. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങും അല്ലേ? ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങല്ലേ സൽമാനുൽ ഫാരിസിന്റെ തോട്ടം, ഈത്തപ്പഴത്തോട്ടം. അതിലാണ് ഇപ്പോൾ ഈ ഒരു കട വരുന്നത്. ഇപ്പോൾ നമ്മൾ അജുവ മേടിച്ചതാ, ഒരാൾ മേടിച്ചു, വേറൊരാളും മേടിച്ചു. അജുവ ഒരു മെഡിസിനും കൂടിയാണെന്നാണല്ലോ അല്ലേ കേൾക്കണേ? ഇതാണോ സൽമാൻ ഫാരിസ്? കിണറും വീടും കേട്ടോ. വീടിന്റെ മുഴുവൻ ഭാഗങ്ങളില്ലല്ലേ? സൽമാൻ ഫാരിസിന്റെ വീടും കിണറും. ഇറങ്ങിയാൽ ഇതിനുള്ളിൽ കയറാൻ പറ്റില്ല അല്ലേ? ഇങ്ങനെയല്ലേ? ഇങ്ങനെ കാണും. ഇതും തോട്ടത്തിന്റെ ബാക്കിയാണ്. സൽമാൻ ഫാരിസിന്റെ തോട്ടത്തിന്റെ ബാക്കിയാണ് ഇതൊക്കെ. അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ആ ഭാഗത്തൊക്കെ ഉണ്ട്. തോട്ടത്തേക്ക് നനയ്ക്കാനുള്ള വെള്ളമാണ്. സൽമാൻ ഫാരിസിന്റെ തോട്ടം എന്ന് പറയുമ്പോൾ തോട്ടങ്ങളിൽ ഒരുപാട് പ്രാവശ്യം ഈന്തപ്പനകൾ വിളവെടുപ്പ് കഴിഞ്ഞ് വീണ്ടും തൈകൾ വെച്ച് വീണ്ടും വിളവെടുത്ത് അങ്ങനെ എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ടാവും. ആ തോട്ടം നിന്നൊരു സ്ഥലമാണിത്. ഇപ്പോഴും അത് ഈന്തപ്പഴം തോട്ടം തന്നെയാണ്. ഈത്തപ്പഴത്തിൻ്റെ തോട്ടമാണ്. അതിലൊക്കെ നല്ല ഈത്തപ്പഴം പച്ചയായിട്ട് നിൽക്കണം. ഒക്കെ പച്ചയാണ് അല്ലേ? എങ്ങനെ ഈത്തപ്പഴം പച്ചയാണ്. മൊത്തം പച്ചയാണ് അല്ലേ? അതിലൊക്കെ കാണുന്നത് പച്ചയാണ്. പച്ചയാണ്. ആ സിയാറ കഴിഞ്ഞല്ലേ നൗഷാക്ക?
ഈ നേരത്തൊക്കെ ഞങ്ങൾ ഉഹദിലെത്തുള്ളൂ, എങ്ങനെ അറിയാം. ഈ ബാങ്ക് നേരത്തെ ആയതുകൊണ്ട് 6 മണിക്ക് ഇറങ്ങിയില്ലേ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ടല്ലോ ഇപ്പൊ നമുക്ക് ഇത്രയും തിരക്ക് കുറഞ്ഞിട്ടിയത്. നമ്മൾ സാധാരണ 8 മണിക്കൊക്കെ പോലെ 7:08. കാരണം ബസ് വരുമ്പോൾ തന്നെ 7 മണിയാവും. ചായ പിടിച്ചൊക്കെ റെഡി ആകുമ്പോൾ തന്നെ 8 മണിയാവും. 10:30 11 എത്തിച്ചില്ല. അറമില് മാത്രമേ നമുക്ക് തിരക്കുണ്ടായിട്ടുള്ളൂ, റോഡിലൊന്നും തിരക്കില്ല. റോഡിൽ ഞങ്ങൾക്ക് നേരത്തെ വാങ്ങുമായി. കുറച്ചുകൂടെ ഉറങ്ങാനുള്ള സമയമുണ്ട്. ഉറങ്ങാൻ ഞാനിപ്പോൾ നീച്ചോ. ഇനിയിപ്പോൾ ഉറങ്ങാൻ സമയമല്ല. കുളിച്ച് ഡ്രസ്സ് മാറ്റി അറമിൽ പോവാ ജുമാക്ക്. അപ്പോൾ നമ്മളെ സിയാറ് കഴിഞ്ഞു. ഇല്ലേ, ബസ്സൊന്നും ഉറക്കൊന്നുമില്ല. റൂട്ടിലൊക്കെ ഇറങ്ങിയോ? നിങ്ങളായിട്ട് പോകണ്ടോ? ഞാനോ? വെള്ളിയാഴ്ച ആയതുകൊണ്ട് തിരക്കൊന്നുമില്ല, കാലിയാണ് റോഡ്. അതുകൊണ്ട് നമ്മളെ സിയാറൊക്കെ നല്ല സുഗമമായിട്ട് പോയ സ്ഥലങ്ങളിലും തിരക്കില്ല. നമ്മൾ പോകുന്ന തോട്ടം ഭാഗമാണത്. അൽഹംദുലില്ലാ. അപ്പോൾ സിയാറത്തുകളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഹറമിലേക്ക് വീണ്ടും ജുമാ നിസ്കരിക്കാൻ പോവാണ്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് അൽഹംദുലില്ലാ ഹറമ് നമുക്ക് ഹറമിൻ്റെ അടുത്തെത്തി. റൂമിൽ നിന്ന് നടന്നിട്ട് ഹറമിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. റൂമിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ. ഇത് ഹറമിലെത്തി. കുറച്ച് നേരത്തെ ഇറങ്ങി. നമ്മളിപ്പോൾ 10 മണി ആവുന്നുള്ളൂ. 12:25 12:30 ജുമ. പക്ഷേ പള്ളീൻ്റെ ഉള്ളിൽ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങി. ഇൻഷാ അല്ലാഹ് ജുമയും കഴിഞ്ഞ് അസറും മഗ്രിബും ഇശാവും കൂടി ഹറമിൽ നിസ്കരിച്ചിട്ട് ഇവിടുന്ന് മടങ്ങും. ഇൻഷാ അല്ലാഹ്. നമ്മൾ പള്ളിയിലേക്ക് ജുമാക്ക് വേണ്ടി കയറാൻ പോകണേ. ഹറമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകണം, മസ്ജിദ് നബവിയിലേക്ക്. Ini kan baru ini sama dibakar itu. Jadi itu udah banget. Selawat itu orang lain. Betul tahu enggak nanti juga ada. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മദീനത്തെ സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളും കണ്ടാൽ തീരുമല്ലോ. ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട്. അതിൽ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുള്ളൂ, എനിക്ക് കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മദീനയും മക്കയും ഒക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇതിൽ ഞാൻ വോയിസ് ഓവർ കൊടുത്തതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും എനിക്കറിയാം. കാരണം നമുക്ക് ചരിത്രങ്ങളൊന്നും അങ്ങനെ അറിയാത്ത ഒരാളാണ്. നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ച ഒരു ചരിത്രങ്ങൾ, പിന്നെ ഇപ്പോൾ ഈ ഒരു ഗൈഡ് ഒരു നൗഷാദ് ഭായി ആണ് ഇപ്പോൾ നമുക്ക് ഈ വോയിസ് ഓവർ തന്നതും ഞങ്ങളെ ഗൈഡും വന്നത്. മഞ്ചേരിയുള്ള ഒരു നൗഷാദ് ഭായി, നമുക്ക് ഈ വീഡിയോയിൽ കാണാം ആളെ. അപ്പോൾ ആള് പറഞ്ഞു തരുന്ന ചരിത്രങ്ങൾ അതാണ് ഞാൻ വോയിസ് ഓവറായിട്ട് കൊടുക്കുന്നത്. നമുക്ക് നമ്മൾ മദ്രസയിലും ഒക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ നേരിട്ട് നമ്മുടെ കണ്ണിൽ കാണുന്നത്. അത് വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ്. ചരിത്രങ്ങളിൽ നമ്മൾ പണ്ട് ചെറിയ കുട്ടിയായപ്പോൾ മദ്രസകളിലൊക്കെ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ കണ്ണു മുന്നിൽ നേരിട്ട് കാണാൻ കഴിയുക എന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഭാഗ്യം ലഭിക്കട്ടെ. മക്ക മദീന സന്ദർശിക്കാൻ എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്, അസ്സലാമു അലൈക്കും.